വികസിത രാജ്യങ്ങളിൽ പ്രമുഖമായതും ഒപ്പം മനോഹരമായ ഒരു രാഷ്ട്രമാണ് ഓസ്ട്രേലിയ. നഴ്സുമാരുടെ മനസ്സിൽ പണ്ടുകാലം മുതൽക്കേ ഇടം പിടിച്ചിരിക്കുന്നതിനും വിദേശത്ത് ജോലിക്കും മറ്റുമായി പോകുന്ന ഇന്ത്യൻ ജനതയുടെ പ്രിയപ്പെട്ട സ്ഥലമായി ഓസ്ട്രേലിയ മാറിക്കൊണ്ടിരിക്കുന്നതിന് പിന്നിലും ഈ രാജ്യത്തിൻ്റെ പ്രകൃതി ഭംഗിയും ഉയർന്ന ജീവിത നിലവാരവും അതോടൊപ്പം ആരോഗ്യരംഗത്തെ മികച്ച അവസരങ്ങളുമാണ്. This is VT Mary Pauline from Axis Overseas Careers. ഏറ്റവും കാര്യക്ഷമവും മികവുറ്റതുമായ ആരോഗ്യമേഖല തന്നെയാണ് നഴ്സിംഗ് രംഗത്തുള്ളവർക്ക് ഓസ്ട്രേലിയയെ അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നാക്കുന്നത്. കൂടാതെ ലോകത്ത് തന്നെ മികച്ച റാങ്കിംഗ് ഉള്ള യൂണിവേഴ്സിറ്റീസ്, ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട കോഴ്സുകൾ, തിരഞ്ഞെടുക്കാൻ വൈവിധ്യമാർന്ന പാഠ്യവിഷയങ്ങൾ ഒക്കെ ഓസ്ട്രേലിയയുടെ ആകർഷണങ്ങളാണ്. ഓസ്ട്രേലിയയിൽ ശക്തമായൊരു ഏഷ്യൻ സമൂഹ സാന്നിധ്യം ആരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഘടകമാണ്. വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ എന്നും മുൻനിരയിലുള്ള ഈ രാജ്യം കുടിയേറ്റക്കാരെയും പ്രത്യേകിച്ച് നഴ്സുമാരെയും സ്വീകരിക്കുന്നതിൽ വൈമുഖ്യം കാണിക്കുന്നില്ല. അതോടൊപ്പം അന്യരാജ്യത്തെ വിദ്യാസമ്പന്നരായ വ്യക്തികളെ ആദരിക്കുകയും അവർക്ക് അർഹതപ്പെട്ട തൊഴിലവസരങ്ങൾ നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നാടുമാണ് ഓസ്ട്രേലിയ. അർഹതപ്പെട്ടവർക്ക് സ്ഥിരതാമസത്തിനുള്ള അവസരങ്ങളും അതുവഴി പൗരത്വവും നൽകുന്നതോടൊപ്പം കുടിയേറ്റക്കാർക്ക് ഉന്നത നിലവാരമുള്ള ജീവിത സൗകര്യങ്ങൾ നൽകുന്നു. തൊഴിൽ സാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ ഈ രാജ്യത്തെ ആരോഗ്യമേഖല മറ്റേതൊരു വികസിത രാജ്യത്തെക്കാളും മുന്നിലാണെന്ന് എടുത്തു പറയേണ്ടതില്ല. ഓസ്ട്രേലിയയിൽ നഴ്സുമാർക്കുള്ള അവസരങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇവിടുത്തെ ഹെൽത്ത് കെയർ സെക്ടർ നഴ്സുമാരുടെ കുറവ് ഒരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. ഇക്കാരണത്താൽ വിദേശത്തു നിന്നുള്ള നഴ്സുമാർക്ക് വൻ അവസരമാണ് ഇവിടെ ഉള്ളത്. ഓസ്ട്രേലിയയിലേക്കുള്ള വിസ അപേക്ഷ സ്ക്രീൻ ചെയ്യുമ്പോൾ നഴ്സിംഗ് പ്രൊഫഷനുള്ള അപേക്ഷകൾക്ക് മുൻഗണന ലഭിക്കാറുണ്ട്. ഒരു വ്യക്തിക്ക് അർഹമായ വിദ്യാഭ്യാസവും പ്രവൃത്തി പരിചയവും നഴ്സിംഗ് രജിസ്ട്രേഷനും ഉണ്ടെങ്കിൽ ഒരു സ്കിൽഡ് മൈഗ്രന്റ് എന്ന നിലയിൽ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാവുന്നതാണ്. രാജ്യത്തെ നഴ്സിംഗ് കരിയറിൽ വിവിധ തസ്തികകൾ ഉണ്ട്. ആരോഗ്യരംഗത്ത് കൂടുതൽ നഴ്സുമാരെ സൃഷ്ടിച്ചെടുക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നഴ്സുമാർക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് ഓഫ് ഓസ്ട്രേലിയ വലിയ മാറ്റമാണ് വരുത്തിയിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ യോഗ്യത നേടിയിട്ടുള്ള നഴ്സുമാർക്കും മിഡ്വൈഫുമാർക്കും ഓസ്ട്രേലിയൻ രജിസ്ട്രേഷന് വേണ്ടിയുള്ള അപേക്ഷകൾ പരിഗണിക്കുന്നതിന് ബ്രിഡ്ജിംഗ് കോഴ്സുമായി ബന്ധപ്പെട്ട 8 മാനദണ്ഡങ്ങളാണ് നിലവിലുള്ളത്. എന്നാൽ ഈ മാനദണ്ഡങ്ങളുടെ എണ്ണം 3 കുറച്ചുകൊണ്ട് ബ്രിഡ്ജിംഗ് കോഴ്സുകൾക്ക് പകരം ഔട്ട്കം ബേസ്ഡ് അസസ്മെന്റ് എന്ന പുതിയ പരീക്ഷാ രീതിയാണ് നഴ്സിംഗ് ബോർഡ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം നഴ്സുമാർക്ക് മികച്ച ട്രെയിനിങ്ങും കരിയറും വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. എന്താണ് ഔട്ട്കം ബേസ്ഡ് അസസ്മെന്റ് അഥവാ OBA? ഓസ്ട്രേലിയൻ ആരോഗ്യ മേഖല കൂടുതൽ കാര്യക്ഷമമാക്കുക, കൂടുതൽ നഴ്സുമാർ ഓസ്ട്രേലിയയിലേക്ക് കടന്നു വരിക എന്ന ലക്ഷ്യത്തോടെ വിദേശ രാജ്യത്തിൽ നിന്നുള്ള നഴ്സുമാർക്ക് ഓസ്ട്രേലിയയിൽ രജിസ്ട്രേഷൻ ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിലാണ് മാറ്റം വന്നിരിക്കുന്നത്. ഓസ്ട്രേലിയയിലെ നഴ്സിംഗ് രജിസ്ട്രേഷൻ ലഭിക്കാൻ നിലവിലുണ്ടായിരുന്ന ബ്രിഡ്ജിംഗ് കോഴ്സുകൾ നിർത്തലാക്കിയാണ് ഔട്ട്കം ബേസ്ഡ് അസസ്മെന്റ് അഥവാ OBA എന്ന പുതിയ പരീക്ഷാ രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ യോഗ്യത നേടിയിട്ടുള്ള നഴ്സുമാർക്കും മിഡ്വൈഫുമാർക്കും ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനു വേണ്ടിയുള്ള അപേക്ഷകൾ പരിഗണിക്കുന്നതിന് 8 മാനദണ്ഡങ്ങളാണ് ബ്രിഡ്ജിംഗ് കോഴ്സുകളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ മാനദണ്ഡങ്ങളുടെ എണ്ണം 3 കുറച്ചുകൊണ്ടാണ് ബ്രിഡ്ജിംഗ് കോഴ്സുകൾക്ക് പകരം ഔട്ട്കം ബേസ്ഡ് അസസ്മെന്റ് അഥവാ OBA എന്ന പുതിയ പരീക്ഷാ രീതിയാണ് നടപ്പാക്കുന്നത്. ഔട്ട്കം ബേസ്ഡ് അസസ്മെന്റ് കൊണ്ടുവരാൻ തീരുമാനിച്ചത് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡും ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷണർ റെഗുലേഷൻ ഏജൻസിയുമാണ്. 2 ഘട്ടങ്ങളായാണ് ഔട്ട്കം ബേസ്ഡ് അസസ്മെന്റ് നടത്തുന്നത്. പ്രധാനമായും അപേക്ഷകരുടെ വിശകലന ശേഷിയും ഓർമ്മശക്തിയുമെല്ലാം പരിശോധിക്കുന്ന കൊഗ്നിറ്റീവ് പരീക്ഷയായിരിക്കും ആദ്യഘട്ടം. കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യോത്തരങ്ങളായിരിക്കും ഈ പരീക്ഷയിൽ. ബിഹേവിയറൽ അസസ്മെന്റ് എന്നതാണ് 2ാം ഘട്ടം. ഓസ്ട്രേലിയയിൽ നഴ്സായി ജോലി ചെയ്യുന്നതിന് ആവശ്യമായ അറിവും കഴിവുമുണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ് ഇത്. വിവിധ രാജ്യങ്ങളിൽ ഇപ്പോൾ തന്നെ നിലവിലുള്ള ഒബ്ജക്റ്റീവ് സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാം
ഓസ്കി എന്ന പരീക്ഷാ സമ്പ്രദായമാണ് ഇതിനായി ഉപയോഗിക്കുക. OBA കഴിഞ്ഞാൽ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കുന്നു. ഓസ്ട്രേലിയൻ യോഗ്യതകൾക്ക് തത്തുല്യ യോഗ്യതകൾ ഉള്ളവർ ഉൾപ്പെടെ വിദേശത്ത് നിന്നെത്തുന്ന എല്ലാ നഴ്സുമാർക്കും ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനും ഓസ്ട്രേലിയൻ ആരോഗ്യ രംഗത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാനുമുള്ള സാഹചര്യമാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം 3 ഭാഗങ്ങളായിട്ടായിരിക്കും നടക്കുക. ഒന്നാം ഭാഗത്തിൽ ഓസ്ട്രേലിയയെക്കുറിച്ചും ഇവിടുത്തെ ആരോഗ്യ സംവിധാനത്തെക്കുറിച്ചുമുള്ള ഓൺലൈൻ വിലയിരുത്തലായിരിക്കും. ഓസ്ട്രേലിയയുടെ സാംസ്കാരിക വൈവിധ്യമായിരിക്കും ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ രണ്ടാം ഭാഗത്തിൽ പഠിക്കേണ്ടി വരിക. NMBA രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴായിരിക്കും ഈ രണ്ടാം ഭാഗം പൂർത്തിയാകുന്നത്. രജിസ്ട്രേഷൻ ലഭിച്ച് ജോലിക്ക് കയറുമ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനമായിരിക്കും ഓറിയന്റേഷന്റെ 3-ാം ഭാഗം പൂർത്തിയാക്കുന്നത്. ബോർഡ് നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചായിരിക്കും ഇത്. മെച്ചപ്പെട്ട ഓസ്ട്രേലിയൻ നഴ്സിംഗ് പരിജ്ഞാനം നൽകുന്നതിനുള്ള രീതിയിലാണ് പുതിയ പരീക്ഷാ രീതിയെ ഔട്ട്കം ബേസ്ഡ് അസസ്മെന്റ് ആവിഷ്കരിച്ചിരിക്കുന്നത്. നിലവിൽ ബ്രിഡ്ജിംഗ് കോഴ്സിന് റെഫറൻസ് ലഭിച്ചവർക്ക് വേണമെങ്കിൽ OBAയിലേക്ക് മാറാനും കഴിയും. അതിന് പ്രത്യേകം ഫീസ് നൽകേണ്ടി വരികില്ലെന്നും NMBA വ്യക്തമാക്കിയിട്ടുണ്ട്. ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ കരസ്ഥമാക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങളിൽ വന്ന പുതിയ മാറ്റം പ്രതീക്ഷ ഉളവാക്കുന്നതും രജിസ്ട്രേഷൻ എത്തിപ്പിടിക്കാവുന്ന ഒന്നാണെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആയതിനാൽ തന്നെ നഴ്സുമാരുടെ ഓസ്ട്രേലിയൻ സ്വപ്നങ്ങൾ ഇനി വിദൂരമായിരിക്കുകയില്ല. ഔട്ട്കം ബേസ്ഡ് അസസ്മെന്റിനെ കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും കൂടുതൽ അറിയാൻ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.